ഹായ്, വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയുടെ ഭാഗമായ കൂനൂരിലാണ്. ഉദ്ദേശം വേറൊന്നുമല്ല, ടോയ് ട്രെയിനിൽ ഒരു യാത്ര. ഊട്ടിയെ പോലെ തന്നെ വളരെ ഫേമസ് ആണ് ഇവിടുത്തെ ഈ ടോയ് ട്രെയിൻ. അപ്പോൾ കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കുക അത്ര എളുപ്പമല്ല. മിനിമം 2-3 ആഴ്ച മുമ്പെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ തുടങ്ങാം. നീലഗിരിയുടെ മലനിരകളിലൂടെ ഒരു പഴയകാല ഓർമ്മ പോലെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ടോയ് ട്രെയിൻ യാത്ര. ഇന്ന് നമ്മളും ഈ മനോഹരമായ യാത്രയുടെ ഭാഗമാവുകയാണ്. കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ടോയ് ട്രെയിൻ പതുക്കെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും. പതുക്കെ മാത്രമേ പോകത്തുള്ളൂ. ട്രെയിൻ മുന്നോട്ട് നീങ്ങുമ്പോൾ നഗരത്തിൻ്റെ തിരക്കുകൾ പതുക്കെ പിന്നിലാവുന്നു. പകരം കണ്ണെത്താദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പ്, മലനിരകൾ, തേയിലത്തോട്ടങ്ങൾ, പിന്നെ ഇടയ്ക്കിടെ നമ്മളെ തഴുകിയെത്തുന്ന തണുത്ത കാറ്റ്. ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത ട്രെയിനിൻ്റെ വേഗത തന്നെയാണ്. വളരെ പതുക്കെ മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൈയും കാലും തലയും പുറത്തിറന്നുകൊണ്ട് വലിയ അപകടമൊന്നും വരാൻ പോകുന്നില്ല. അത് കണ്ടാൽ തന്നെ അറിയാം, എല്ലാവരുടെയും തലയും കൈയും പുറത്ത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നാണല്ലോ. ടണലിൻ്റെ അകത്തൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ല തന്നെയായിരിക്കും. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഓരോ നിമിഷവും പുതിയ പുതിയ കാഴ്ചകൾ. കെട്ടിടങ്ങളുമുണ്ട്, നാടിൻ്റേതായ പച്ചപ്പുകളുണ്ട്. ഒരിടത്ത് മനോഹരമായ തേയിലത്തോട്ടങ്ങൾ, മറ്റൊരിടത്ത് ആഴമേറിയ താഴ്വരകൾ. അതിനിടയിൽ മേഘങ്ങൾക്കിടയിലൂടെ തല ഉയർത്തി നിൽക്കുന്ന മലനിരകളുണ്ട്. കൂനൂർ ടു ഊട്ടിയിൽ പോകുന്ന വഴിയിൽ വെല്ലിംഗ്ടൺ, അറവൻകാടു, കെറ്റി, ലൗഡേൽ എന്നീ സ്റ്റേഷനുകൾ പിന്നിട്ടാണ് നമ്മൾ ഊട്ടിയിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് കെറ്റി വെല്ലെ ഭാഗത്തെത്തുമ്പോൾ കാണുന്ന കാഴ്ച ശരിക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ താഴ്വരയും അതിനിടയിലെ ചെറിയ വീടുകളും കൃഷിയിടങ്ങളും കണ്ടാൽ മതിവരാത്ത കാഴ്ചകൾ തന്നെയാണ്. എല്ലാം കൂടി ഒരു മനോഹരമായ പെയിന്റിംഗ് പോലെ തോന്നും. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കുറച്ചു സമയം നമ്മൾ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. ഫോണില്ല, ജോലിയില്ല, തിരക്കില്ല, മനസ്സിലൊരു സന്തോഷം മാത്രം, ആകാംക്ഷ മാത്രം. എല്ലാം മറന്ന് പ്രകൃതിയെ നോക്കി ഈ യാത്ര മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന കുറച്ച് ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ നിർത്താൻ പോവുകയാണ്. പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഈ ടോയ് ട്രെയിനിൽ ഇരുന്ന് മലനിരകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതായി മാത്രം തോന്നുന്നില്ല, ഒരു കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ തോന്നും. അങ്ങനെ മഞ്ഞും പച്ചപ്പും നിറഞ്ഞ നീലഗിരി മലനിരകളിലൂടെ നമ്മുടെ ടോയ് ട്രെയിൻ പതുക്കെ ഊട്ടിയിലേക്ക് അടുക്കുകയാണ്. ആ എഞ്ചിൻ്റെ താളത്തിലുള്ള ശബ്ദവും ഈ യാത്രയുടെ മാറ്റുകൂട്ടുന്നു. കൂനൂരിൽ നിന്ന് ഊട്ടിയിലുള്ള ഈ യാത്ര വെറുമൊരു ട്രെയിൻ യാത്രയല്ല. നീലഗിരിയുടെയും പ്രകൃതിയെയും അതിൻ്റെ സൗന്ദര്യത്തെയും അതിൻ്റെ പഴമയെയും
അടുത്തറിയാനുള്ള ഒരു മനോഹരമായ അനുഭവമാണ്. ഊട്ടിയിൽ വരുമ്പോൾ ഒരിക്കലെങ്കിലും ഈ ടോയ് ട്രെയിൻ യാത്ര അനുഭവിച്ച് നോക്കണം. കാരണം ചില യാത്രകളിൽ ഡെസ്റ്റിനേഷനേക്കാൾ മനോഹരമാക്കുന്നത് ആ യാത്ര തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും ഡെസ്റ്റിനേഷനേക്കാളും യാത്രയാണ് ആസ്വദിക്കാറുള്ളത്. ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ ഒരു സിനിമയിലെ രംഗം പോലെയാണ് തോന്നുന്നത്. കുറച്ചു നേരം ക്യാമറ താഴെ വെച്ചിരിക്കണമെന്നുണ്ട്. വീണ്ടും പുതിയ പുതിയ കാഴ്ചകൾ കാണുമ്പോൾ അതിന് മനസ്സും വരുന്നില്ല. വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നാൽ മതി, പ്രകൃതി തന്നെ ഒരു സിനിമ കാണിച്ചു തരുന്നത് പോലെ തോന്നും. നമ്മുടെ ലാലേട്ടനും ജഗതി ചേട്ടനും എല്ലാം തകർത്തഭിനയിച്ച കിലുക്കം എന്ന സിനിമ കുറേയൊക്കെ പ്രകൃതിയുടെ ഒരു മനോഹരിത തന്നെയാണ് ആ സിനിമ വിജയിക്കാൻ കാരണമെന്ന് പറയാം. രേവതി ആദ്യമായി ഇറങ്ങുന്ന ട്രെയിനും എനിക്ക് തോന്നുന്നു ഈ ടോയ് ട്രെയിൻ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ യാത്രകൾ പലപ്പോഴും പ്ലാൻ ചെയ്യുന്നത് തന്നെ പുതിയ പുതിയ ഓർമ്മകൾക്കായാണ്. ചില യാത്രകൾ നമ്മളെ തന്നെ കുറച്ച് സമയം മറക്കാനായി യാത്ര ചെയ്യുന്നവരുണ്ട്. ഈ ടോയ് ട്രെയിൻ അങ്ങനെയുള്ളൊരു യാത്രയാണെന്ന് പറയാൻ പറ്റും. അത്രമാത്രം കാഴ്ചകളാണ് നമുക്ക് ഈ ട്രെയിൻ സമ്മാനിക്കുന്നത്. ഊട്ടിയിലെ കാഴ്ചകൾ കാണാൻ ഏറ്റവും നല്ലത് ഈ ട്രെയിൻ തന്നെയാണ്. നമ്മളങ്ങനെ KT സ്റ്റേഷനിൽ എത്തി. പലപ്പോഴും നമ്മുടെ യാത്രകൾ പെട്ടെന്ന് തീരണം എന്നാണ് ആഗ്രഹിക്കാറ്. പക്ഷേ ഈ യാത്ര അങ്ങനെയല്ല. നമ്മൾ ട്രെയിൻ കുറച്ചും കൂടി പതുക്കെ പോയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുന്ന ഒരു യാത്രയാണ്. അതുതന്നെയാണ് ഈ ടോയ് ട്രെയിനിൻ്റെ ഒരു പ്രത്യേകതയും.
മനോഹരമായ യാത്ര അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഒരുപാട് മനോഹരമായ യാത്രകളുമായി വീണ്ടും കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹാപ്പി ട്രാവലിംഗ്, സ്റ്റേ സേഫ്, കീപ് എക്സ്പ്ലോറിംഗ്. कृपया ध्यान दीजिए 8 6 1 3 7